മിസൈലുകൾ വിക്ഷേപണ സജ്ജമാക്കി. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചത്. അതിർത്തികളിൽ ആന്റി ഡ്രോൺ സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട്. കശ്മീരിന് പുറമെ പഞ്ചാബ്, രാജസ്ഥാൻ അതിർത്തികളിലും കനത്ത ജാഗ്രത. പോലീസ് ഉദ്യോഗസ്ഥരുടെ അവധി റദ്ദാക്കിയിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ ആളുകൾ ഒത്തുകൂടുന്ന പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും നിർദ്ദേശം നൽകി. അതിർത്തി ഗ്രാമങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും അടിയന്തര ഘട്ടമുണ്ടായാൽ ഗ്രാമീണരെ ഒഴിപ്പിക്കാനായി വിമാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. രാജസ്ഥാനിൽ 1037 കിലോമീറ്ററാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം. അതീവ ജാഗ്രത പ്രഖ്യാപിക്കുകയും അതിർത്തിയിൽ സംശയകരമായ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ വെടിവെക്കാനുള്ള അനുമതിയും BSFന് നൽകി. ജോധ്പൂർ, കിഷൻഗഞ്ച്, ബിക്കാനീർ വിമാനത്താവളങ്ങൾ നാളെ വരെ അടച്ചിടും. സുഖോയ് ഫൈറ്റർ ജെറ്റുകൾ പടിഞ്ഞാറൻ മേഖലയിൽ നിരീക്ഷണ പറക്കലുകൾ നടത്തുന്നുണ്ട്. രാജസ്ഥാനിലെ ബിക്കാനീർ, ശ്രീഗംഗാനഗർ, ജയ്സാൽമീർ, ബാർമർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. സേനാ വിഭാഗങ്ങൾ, റെയിൽവേ ജീവനക്കാർ തുടങ്ങിയവരുടെ അവധിയും റദ്ദാക്കി. ജയ്സാൽമീറിലും ജോധ്പൂരിലും അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ വൈദ്യുതി ഓഫാക്കാൻ നിർദ്ദേശം നൽകി. പഞ്ചാബിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവധികൾ റദ്ദാക്കുകയും പൊതുസമ്മേളനം നിയന്ത്രിക്കുകയും ചെയ്തു. സുരക്ഷ മുൻനിർത്തി രാജ്യത്തെ 27 വിമാനത്താവളങ്ങൾ അടച്ചു. 430-ലേറെ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. ശ്രീനഗർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം വ്യോമസേന ഏറ്റെടുത്തു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.